നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. പിന്നെ ഇതല്ലേ സജിത സെക്രട്ടറി? ആ സെക്രട്ടറിക്ക് എന്താ പരാതി പറയാനുള്ളത് അതൊന്ന് പറയട്ടെ. ഞാനൊരു കാര്യം ഒരു പോയിന്റൂടെ പറയുകയാണ്. പരാതി പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. നമ്മളുടെ നാട്ടിൽ നിങ്ങൾ പോകുന്ന ഓരോ വാർഡുകളിലും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ദാരിദ്ര്യം കാണത്തില്ല. കാണുമോ? ഇല്ല. ഞാൻ മുമ്പ് ഒരു പട്ടണം പറഞ്ഞ് റെക്കോർഡ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. ഈ ചേച്ചിമാരെല്ലാം കയ്യ സ്വർണ്ണവള കിടപ്പുണ്ട്, ഇല്ലയോ? അപ്പം പിന്നെ നവംബർ 1-ാം തീയതി നമ്മുടെ പിണറായി സർക്കാർ പുതിയൊരു ഉത്തരവ് ഇറക്കാൻ പോകുന്നതാണ്. അതിദാരിദ്ര്യം ഇല്ലാതാകുന്നതിൻ്റെ ഒരു പുതിയൊരു പരിപാടി. നവംബർ 1 പറഞ്ഞാൽ നമ്മുടെ കേരളപ്പിറവി ദിവസമാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ഇവർക്കൊന്നും ദാരിദ്ര്യമില്ല, ഉണ്ടോ? അതിന് നിങ്ങളുടെ പരാതി എന്താ പറ? അതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരാതി പറയാൻ ഞങ്ങളുടെ ചെറിയ MCF ആണ്. ഉറക്കെ പറ, എന്നെ പേടിച്ച് പറഞ്ഞത്. ഞാൻ ഒരു റൂം അങ്ങനെ ഒരു സൗകര്യങ്ങളൊന്നും ഒരുക്കി ഇതുവരെ തന്നിട്ടില്ല. പിന്നെ നമുക്കിപ്പോ കറണ്ടിന്റെ സൗകര്യം കുറവ്. കുറച്ച് ഒരു റൂമുണ്ട്, പക്ഷെ അതിന് കറണ്ട് ഇല്ല, ഫാനില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അങ്ങനെ ഒരുക്കിയിട്ട് പറഞ്ഞു. കുറെ ആയി പറഞ്ഞു, 1 വർഷം 5 പറയാൻ തുടങ്ങി. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പ്രത്യേക മുറി വല്ലതും ഉണ്ടോ? റെസ്റ്റ് എടുക്കാനുള്ള പ്രത്യേക മുറി ഇല്ല. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പൊതുവിലുള്ളതാണ്, മറ്റുള്ള പബ്ലിക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും സ്ത്രീകളുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഒക്കെ വേണ്ടേ? ഒരു ടോയ്ലറ്റിന് അതിന് മാത്രം ഏരിയ വേണം, ചെയ്യാൻ മനസ്സ് വേണം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാ പഞ്ചായത്തുകളും നടന്ന് കാണുന്ന ആളാണ്. നിങ്ങളുടെ പഞ്ചായത്തിന്റെ സൈഡിൽ താർപ്പാൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്, ശരിയാണോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നാണ് നിങ്ങൾക്ക് ടോയ്ലറ്റ് പണിഞ്ഞു തരുന്നത് ഞാൻ ചോദിച്ചു വരുന്നത്. അവര് താൽപ്പാലം കെട്ടിയിട്ടാണ് അവര് പഞ്ചായത്തുകാര് താൽപ്പാള് കെട്ടിയിട്ട് അവരിന്ന് ഭരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം ഇപ്പൊ ഇത്രയും സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്ത് ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും, ഇനി ഒരു ചായക്കട ജോലി ചെയ്താലും സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ടോയ്ലറ്റ്, പ്രത്യേക റെസ്റ്റ് റൂം, തുണി മാറാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം എല്ലായിടത്തും ഉള്ളതാണ്. ഇതിവിടെ ആകുന്നില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ചോദ്യം ചെയ്യാൻ ആയിക്കൊള്ളാത്ത സജിതയ്ക്ക് ഒരു ഇച്ചിരി എനർജി വരണം. മുമ്പ് എന്നോട് വഴക്കിടാൻ എന്തൊരു എനർജി ആയിരുന്നു. അതിപ്പോ ആരോട് പറഞ്ഞു? ഈ പിന്നെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി മാത്രമൊന്നുമല്ല, അതിന് മേളിൽ ഒരുപാട് സാർമാർ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ തന്നെ മുമ്പ് പറഞ്ഞു നിങ്ങളുടെ പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ആ, നിങ്ങൾ പരാതി എഴുതി അയക്കണം. ഇല്ലേ, ഇനി അവിടെ പോകണ്ട. വനിതാ കമ്മീഷനുണ്ട്, നിങ്ങൾ പരാതി എഴുതി അവർക്ക് അയക്ക്. അല്ലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, നിങ്ങൾ അവർക്ക് പരാതി എഴുതി അയക്ക്. ഇതൊക്കെ നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചെടുക്കുന്നത് ഒരാൾ അനുവദിച്ചു തന്നില്ലെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്നതിന് അടിമത്വം എന്ന് പറയും. നമ്മൾ അടിമത്വത്തിനൊന്നും ബാധ്യസ്ഥരല്ല. നമുക്ക് എവിടെ കൊടുക്കണം അവിടെ കൊടുക്കണം. ഇനി അതുമല്ല, പിന്നെ എഴുത്തുമാനെ അറിയാവുന്ന ഒരാൾ ഒരു പ്രേമലേഖനം എഴുതി ഹൈക്കോടതിക്ക് അയച്ചാൽ മതി, അപ്പോൾ പ്രശ്നം തീരും. അവരോട് ചോദിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എവിടെ ടോയ്ലറ്റിൽ പോകണം, ഞങ്ങൾക്കൊന്ന് തുണി മാറണം, ഞങ്ങൾ എവിടെ പോയി പബ്ലിക് റോഡിൽ പോയി ഒന്ന് തുണി മാറുമെന്ന് ചോദിക്കണം. തീർത്ത് ചോദിച്ചാൽ നിങ്ങളും എഴുതിക്കോ, അതും കട്ട് ചെയ്തേക്കണേ ഹൈക്കോടതിയിൽ. എൻ്റെ